കുഞ്ഞിപ്പൻ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതെന്താ തീരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തോന്നി എടുത്തു വീഡിയോ, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിന്ന് രാവിലെ ഒരു കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയുടെ തിരക്കിലാണ് ഞാൻ. കേക്കിൻ്റെ ഓർഡറിൽ ഇപ്പം മൊത്തം നമുക്ക് തിരക്കായിരിക്കും. എല്ലാ പണിയും അടുക്കളയിലെ പണികളെല്ലാം കൂടി അങ്ങനെ ഓർഡറിൽ അങ്ങ് പോകത്തൊന്നുമില്ല. ബേക്കേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ പണികളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ കേക്കിൻ്റെ പണി ചെയ്യുന്നത്. പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ, സാമ്പാർ ആയതുകൊണ്ട് പെട്ടെന്ന് അത് റെഡിയായി. ടൈം ഇപ്പം 10 മണിയായിട്ട്. 10 മണിയായപ്പോഴാണ് പൊന്നും കുഞ്ഞും ഒക്കെ എഴുന്നേറ്റ് വരുന്നത്. പൊന്നും അടുക്കളയിൽ വന്ന് ആദ്യം ചോദിക്കുന്നത് എന്താ അമ്മ എന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. അവന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണം. അവനൊന്നും തന്നെ കഴിക്കുന്ന ഇഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ അവൻ അത്രയും സന്തോഷമാണ്. അപ്പോൾ ഇഡ്ഡലി എന്ന് പറഞ്ഞപ്പോൾ അവനൊരു സന്തോഷമില്ലായ്മയുണ്ട്. അവന് ഇഡ്ഡലി ഒട്ടും ഇഷ്ടമല്ല. എന്നാലും ഞാൻ കഴിപ്പിക്കും അവനെ. പിന്നെ കുഞ്ഞും അവിടെ പോയി സെറ്റ് കിടപ്പാണ്. അവനങ്ങനെയാണ്, അവിടെ ഇവിടെ മാറിയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഞാനുണ്ടെങ്കിൽ കിടപ്പ് കൂടുകയും ചെയ്യും. പിന്നെ പല്ല് തേക്കണ കാര്യം എല്ലാം മടിയാണ്. അപ്പം നമ്മൾ എടുത്തുകൊണ്ട് പോയി അവിടെ നിർത്തുവാണെങ്കിൽ അത്രയും സന്തോഷം. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചായയൊക്കെ ഉണ്ടെന്ന് വെച്ചത് വലിയ പണിയാണ്. അതും കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണികളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഞാൻ അവർ വന്നപ്പോഴേക്കും ചായയൊക്കെ റെഡിയാക്കി വെച്ച് കേട്ടോ. ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇതെല്ലാം ഞാൻ തന്നെ സെർവ് ചെയ്യണം. സെർവിങ്ങും കുക്കിങ്ങും എല്ലാം നമ്മൾ തന്നെയാണ്. ഇപ്പം എല്ലാവരും കൈയായിട്ട് ഇപ്പം ഇന്ന് സിച്ചാൻ അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇത് ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒക്കെയാണ് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ടൈം കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്, അതുകൊണ്ടും കൂടി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സമയം കിട്ടത്തൊന്നുമില്ല അങ്ങനെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും. അത് ഇവർക്കും ഒരു സന്തോഷം, എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് കഴിക്കുന്നതൊക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നേ, അതെല്ലാം വെയിലത്തിടാൻ വേണ്ടി സിജ അങ്ങോട്ട് പോയി. സിജ എല്ലാം വെടുത്തിടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവധിയുള്ള ദിവസമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യട്ടോ. ഇങ്ങനെ കേക്കിൻ്റെ ഓർഡറും പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്നെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതും പിന്നെ ഈ എന്താ പറയുന്നത് കേക്കിൻ്റെ ഓർഡറിൽ ചെയ്യുന്നതും എല്ലാം. അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് തന്നെ ഒന്നും കൂട്ടത്തൊന്നുമില്ല. പിന്നെ ഞാൻ കുളിച്ചൊന്ന് റെഡിയായി. ഇപ്പോൾ കേക്കിൻ്റെ ഓർഡർ കേക്ക് എടുക്കാനായിട്ട് ഇപ്പോൾ വരും. അപ്പോൾ എനിക്ക് 12 മണിയായപ്പോൾ ഡ്യൂട്ടിക്കും പോകണം. 1 മണി കഴിയുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് കയറണം കേട്ടോ നമുക്കവിടെ. അപ്പം നേരത്തെ തന്നെ റെഡി ആയിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ സൺസ്ക്രീം ഇട്ടു, മോയ്സ്ചറൈസ് ഇട്ടു, പിന്നെ കുറച്ച് ചുമ്മാ ഒരു പൗഡർ ഇട്ട് കണ്ണെഴുതി, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കും കേട്ടോ. പിന്നെ മുടി ചീകാനാണ് എനിക്ക് ഒരുപാട് ടൈം എടുക്കുന്നത്. ഇത് ജടയും ചുടയൊക്കെ വിടുത്തി വരുമ്പോൾ കുറേ ടൈം എടുക്കും. പിന്നെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് റെഡിയായി. അപ്പോഴത്തേക്കും കറണ്ട് പോയി. പൊന്നുമാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പൊന്നു പറഞ്ഞു അമ്മ കിട്ടുന്നുണ്ട്, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വച്ചാണ് അവൾ. പിന്നെ കേക്ക് എടുക്കാനായിട്ട് ഓട്ടോയിൽ വന്നത്. നമുക്ക് വണ്ടിയൊന്നുമില്ല കൊണ്ട് കൊടുക്കാനായിട്ട്. പിന്നെ അവൾ വന്ന് കേക്കൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ അവളുടെ കൂടെ ഞാനും ഇങ്ങോട്ട് പോന്നു. അവളുടെ കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അവളുടെ കുഞ്ഞിൻ്റെ കൂടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നു. കുഞ്ഞിന് കേക്ക് മതി എന്നൊക്കെ കേട്ടോ കുഞ്ഞ് പറയുന്നത്. ഇരിക്കട്ടെ. മോൻ്റെ ബർത്ത്ഡേ ആണോ? അല്ലേ? എന്നാ കേക്കാ വേണ്ടേ? അമ്മയുടെ കേക്കാണോ വേണ്ടേ? നിനക്ക് ട്രീറ്റ്മെൻ്റ് ഉള്ള ദിവസമാണ്. അപ്പോൾ കാരിത്താസ് വരെ പോകണമായിരുന്നു. എന്തോ ഭാഗത്താണ് കാരിത്താസിൻ്റെ അവിടെ താഴെ ചെന്നപ്പോൾ എനിക്കൊരു ബഗ്ഗി കിട്ടി. പിന്നെ ബഗ്ഗി കയറി അങ്ങ് പോന്നു. പിന്നെ അവിടെയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 10-20 മിനിറ്റ് അവിടെയും പോസ്റ്റായിരുന്നു. പിന്നെ സിസ്റ്റേഴ്സൊക്കെ അറിയുന്നതുകൊണ്ടാണ്ട് എന്നും കാണുന്നതുകൊണ്ടാണ്ട് അവർക്ക് അറിയാം. അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ എന്നെ കയറ്റി വിട്ടു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് പോരാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ അവിടെയും പോസ്റ്റായനെ.
പോകാൻ കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. പക്ഷേ ബസ് കിട്ടി പോകണമെങ്കിൽ കുറേ സമയം എടുക്കും. പിന്നെ നല്ല വെയിലായിരുന്നു, കട്ട വെയിലത്താണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാമെന്നാണ്. ഈ വീഡിയോയുടെ താഴെ വേറെ ഏത് വീഡിയോയുടെ ആണെങ്കിലും ഞാനത് നോക്കുന്നതാണ്. അല്ലാണ്ട് മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ മെയിൽ ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം പിന്നെ ഇന്നിപ്പം ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് വലിയ തിരക്കില്ലാന്ന് ഞാൻ പ്രതീക്ഷയാണ് പോയത്. പക്ഷേ പ്രതീക്ഷ പോലെ ആയിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. പിന്നെ എല്ലാം കൊണ്ടും ടയർഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നത്. അതെനിക്ക് നല്ല പണിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നിങ്ങളെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ